കരിമ്പ പനയമ്പാടത്തുണ്ടായ അപകടത്തിന്റെ ഞെട്ടൽ ഇപ്പോഴും സുഭദ്രയ്ക്ക് മാറിയിട്ടില്ല. പെട്ടെന്നാണ് തന്റെ വീട്ടുമുറ്റത്തേക്ക് ലോറി മറിഞ്ഞു വീണത്. പിന്നീടുള്ള കാഴ്ചകൾ കണ്ടു നിൽക്കാനായില്ലെന്നും സുഭദ്ര മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കരിമ്പയിലെ അപകടത്തിന്റെ ഞെട്ടൽ ഇപ്പോഴും പ്രദേശവാസിനിയായ തൊട്ടടുത്ത് വീടുള്ള സുഭദ്ര ചേച്ചിക്ക് ഇപ്പോഴും വിട്ടുമാറില്ല. ചേച്ചി ഇപ്പോഴും ആ ഒരു അപകടത്തിന്റെ ഞെട്ടലിലാണോ? ആ ഞെട്ടൽ തന്നെയാണ്. ഇപ്പോഴും മനസ്സിനൊരു സമാധാനം കിട്ടിയില്ല. ഞങ്ങൾ നേരെ തൊട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, ചായ കഴിച്ചിട്ടില്ല. ആ സമയത്ത് ആളുകളൊക്കെ അപ്പോഴേക്കും ഓടിയെത്തിയില്ല. ആ സമയത്ത് ആളുകളൊക്കെ നിറയെ ഓടിയെത്തി. ആ കുട്ടിയുടെ ഒരു അമ്മ കൂടി ഇത് കണ്ട്. ഞാൻ കണ്ടില്ല. പിന്നെ എനിക്കത് കാണേണ്ട ഒരു അവസ്ഥയിലായിരുന്നില്ല. ഞാൻ അവിടെ പോയപ്പോൾ തന്നെ എനിക്ക് ആകെ തളർച്ച വന്നു. അപ്പോൾ നിങ്ങളിങ്ങോട്ട് പോയി നിങ്ങൾ അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ഉള്ളിലേക്ക് വന്നു. അശ്വതി ഈ കുട്ടീനെ ക്ലാസ് വിട്ടിട്ട് വരുമ്പോൾ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ സൈഡ് പോയാൽ ബസ് അവിടെ നിർത്തുന്നത്. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരാൻ വേണ്ടിയിട്ട് ഇവള് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പുറകുവശത്തുനിന്ന് ശബ്ദം കേട്ടിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ആരും കണ്ട്. ഇവിടെ അങ്ങനെ നിറയെ ആൾക്കാരായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കാണാനില്ല. അപ്പോൾ അശ്വതി അവിടെ മോളവിടെ പറഞ്ഞിട്ട് ഞാൻ അവരെ തെരഞ്ഞു നോക്കുമ്പോഴൊന്നും അവരെ കാണാനില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ബാക്കിൽ നിന്ന് വന്നിട്ട് അമ്മ ഞാനിവിടെ ഉണ്ട് പറഞ്ഞു. അങ്ങനെയാണ് അവളെ കാണുന്നത്. പിന്നെ വന്ന് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അടിയിൽ ആൾക്കാരുണ്ട്, കുട്ടികൾ അവിടെ പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നത്. പിന്നെ JCB വന്നിട്ട് വേറെ വണ്ടികളൊക്കെ വന്ന് അതിനെയൊക്കെ മാറ്റിയിട്ടാണ് കുട്ടികളെ രണ്ടുപേരെ പുറത്തെടുത്തത്. രണ്ടുപേരെ അപ്പം തന്നെ കൊണ്ടുപോയി. അങ്ങനെ സ്ഥിര അപകടം ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഇടാറുണ്ട്. പക്ഷെ 10-35 വർഷമായിട്ട് ഇവിടെ അങ്ങനെ ഇല്ലാത്തതാണ്. ആ മുകളിലത്തെ സ്റ്റോപ്പിലും കല്ലടിക്കോട്, കാട്ടുശ്ശേരി അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുള്ളൂ. പക്ഷെ നമ്മളുടെ മർത്തപ്പത് ആദ്യമായിട്ടാണ്. പെട്ടെന്ന് ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ ലോറി വരുമ്പോൾ ഒരു നടുക്കം. ആ സമയത്ത് ഇവിടെ കണ്ടു റോഡിലായിരുന്നു, കുട്ടീനെ വിളിക്കാൻ പോയതായിരുന്നു. കണ്ടിങ്ങോട്ട് ഓടി വരികയായിരുന്നു. സൗണ്ട് ആയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴേക്ക് വണ്ടി ചെരിഞ്ഞെടുക്കുക. അപ്പോൾ വേഗം ഓടി വന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ കുട്ടികൾ കിടക്കുന്നുണ്ട് കാണാം. അപ്പുറയൊന്നും ഏട്ടനും ഓടി വന്നു. പക്ഷേ എടുക്കാൻ പറ്റുന്നില്ല. ഒരു കുട്ടീനെ എടുത്ത് മുടി മുറിച്ചിട്ട് എല്ലാവരും കൂടെ എടുത്തിട്ട് ബാക്കിയുള്ളവരെ എടുക്കാൻ പറ്റില്ല. ടയറും എഞ്ചിൻ്റെ ഉള്ളിലത്തെ ആ ഭാഗമൊക്കെ ആയിരുന്നു. കണ്ണ് അടയ്ക്കുമ്പോൾ ഈ കുട്ടി അതിൻ്റെ അടിയിൽ കിടക്കണമെന്നാണ്. ഇവരുടെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, കാരണം ഇവർ തൊട്ടടുത്താണ് ഈ ഒരു സംഭവം നടന്നതിലുള്ളത്. അപ്പോൾ ആ ഒരു നടുക്കം ഇവർ പറയുന്നത് ഇങ്ങോട്ട് വളരെ പെട്ടെന്ന് ഈ ശബ്ദം കേട്ട് ഓടി വന്നപ്പോൾ വീടിൻ്റെ മുറ്റത്ത് ഒരു ലോറി ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നു. അങ്ങനെ ഒരു നടുക്കുന്ന ഓർമ്മയിലാണ് ഈ പ്രദേശവാസികൾ. ഏതായാലും ഈ വീടിൻ്റെ മതിലൊക്കെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. വളരെ വല്ലാത്തൊരവസ്ഥയിലാണ്. ആ ചേച്ചി നമ്മളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. അത്രമാത്രം വിഷമത്തിലാണ് അവർ. മൽഗോഷി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.